നമസ്കാരം. തൊടിയിലെ ചെടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് വേങ്ങ എന്ന സസ്യത്തിനെയാണ്. വേങ്ങ പലതുകൊണ്ടും പ്രസിദ്ധമാണ്. കിനോ എന്ന ഇംഗ്ലീഷ് ഔഷധം വേങ്ങ തടിയിൽ നിന്നും വേർതിരിച്ചുണ്ടാക്കുന്നതാണ്. പ്രാചീന കാലം മുതൽക്കു തന്നെ ഭാരതീയ ആയുർവേദ ശാസ്ത്രം പ്രമേഹത്തിന് ഔഷധമായി വേങ്ങ ഉപയോഗിച്ചു വരുന്നു. ലെഗുമിനോസെ കുടുംബത്തിൽപ്പെടുന്ന വേങ്ങയുടെ ശാസ്ത്രീയ നാമം ടെറോകാർപ്പസ് മാർസൂപ്പിയം എന്നാണ്. സംസ്കൃതത്തിൽ ഇതിനെ ബീജകം, അസനം, പീതസാലം എന്നെല്ലാമാണ് വിളിക്കുന്നത്. 1000 മീറ്റർ വരെ ഉയരമുള്ള പ്രദേശങ്ങളിലാണ് ഇത് ധാരാളമായി കണ്ടുവരുന്നത്. ഹിമാലയം മുതൽ കന്യാകുമാരി വരെയുള്ള പ്രദേശങ്ങളിലെ പർവ്വത ഭാഗങ്ങളിലാണ് ഇത് ധാരാളമായി കാണുന്നത്. ഏകദേശം 20 മീറ്റർ വരെ ഉയരം വരുന്ന ഒരു വൻവൃക്ഷമാണ് വേങ്ങ. ഇതിൻ്റെ മരപ്പട്ടയ്ക്ക് നല്ല കട്ടിയുണ്ട്, ചാരനിറമാണ്. അത് മുറിച്ചാൽ ഇളം ചുവപ്പ് നിറത്തിലുള്ള കറ ഊറി വരും. ഇതിൻ്റെ തടിക്ക് നല്ല ഉറപ്പുണ്ട്, ഇളം ചുവപ്പ് നിറവുമാണ്. ഇതിൻ്റെ ഇലകൾ സംയുക്തമായാണ് കാണപ്പെടുന്നത്. ഒരിലയിൽ ഏകദേശം 5 മുതൽ 7 വരെ പത്രകങ്ങൾ ഒന്നിടവിട്ട് ക്രമീകരിച്ചിരിക്കുന്നു. ഇലകളുടെ മുകൾ ഭാഗം കടും പച്ച നിറത്തിലും താഴ്ഭാഗം ഇളം പച്ച നിറത്തിലുമാണ്. അഗ്രഭാഗം കൂർത്തും കാണപ്പെടുന്നു. ഇതിൻ്റെ പൂക്കൾ ശാഖാഗ്രങ്ങളിൽ കുലയായാണ് കാണപ്പെടുന്നത്. ഇളം മഞ്ഞ നിറത്തിലുള്ള പൂക്കളുടെ ബാഹ്യതലപടത്തിന് ഇളം ചുവപ്പ് നിറമാണ്. ഇതിൻ്റെ ഫലത്തിന് ഒരൊറ്റ വിത്തേ ഉള്ളൂ, അത് ചിറകോട് കൂടിയാണ് കാണപ്പെടുന്നത്. ഇതിൻ്റെ തടിയിലും കറയിലും പ്രധാനമായും കിനോടാനിക്, ലിക്വിഡിറ്റി ജനിൻ തുടങ്ങിയ രാസഘടകങ്ങളാണ് അടങ്ങിയിരിക്കുന്നത്. വേങ്ങയ്ക്ക് ശീതവീര്യമാണ്, കഷായ തിക്തരസവും. പ്രമേഹത്തിനാണ് ധാരാളമായി ഉപയോഗിക്കുന്നതെങ്കിലും അതുകൂടാതെ മേധസ്സിനെ കുറയ്ക്കുന്നു, ഒടിവു ചതവുകൾ സുഖപ്പെടുത്തുന്നു എന്നുള്ളതും വേങ്ങയുടെ ഔഷധ ഗുണങ്ങളിൽ പെടുന്നു. പ്രമേഹമുള്ളവർ ഈ വേങ്ങ തടി കൊണ്ടൊരു കപ്പുണ്ടാക്കി അതിൽ തലേ ദിവസം കുറച്ച് പച്ചവെള്ളം ഒഴിച്ചു വെച്ച് പിറ്റേ ദിവസം അത് 1-2 തവണയായി കുടിക്കുന്നത് വളരെ നല്ലതാണെന്ന് പറയുന്നുണ്ട്. വേങ്ങയുടെ മറ്റ് ഔഷധ ഗുണങ്ങളെപ്പറ്റി ഡോക്ടർ CM ശ്രീകൃഷ്ണൻ നമ്മളോട് വിശദീകരിക്കുന്നതാണ്. വേങ്ങ കാതലെന്നാണ് പറയുന്നത്. വേങ്ങയുടെ കാതലാണ് യൂസ് ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട ഉപയോഗം അതിനൊന്ന് തടി കുറയ്ക്കാൻ, അതിസ്ഥൗല്യത്തിലും പ്രമേഹത്തിലും. ഇതിട്ട് വെള്ളം തിളപ്പിച്ച് ദിവസേന കുടിച്ചു കഴിഞ്ഞാൽ പ്രമേഹം ശമിക്കും, ഈ തടി കുറയും ചെയ്യും. പിന്നെ അതിന് തന്നെ ഈ ആർത്തവ തകരാറുകൾക്കും ഇത് അത്യാവശ്യം യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഈ വേങ്ങയുടെ ഒരു പാത്രമുണ്ട്, ആ പാത്രത്തിൽ വെള്ളം ഇട്ട് വെച്ചിട്ട് അത് ദിവസേന കുടിക്കുന്ന ഒരു പ്രകൃതമുണ്ട്. പക്ഷെ അതുകൊണ്ട് മുഴുവൻ തടി കുറയില്ല, പക്ഷേ വേങ്ങ കഷായം വെച്ചിട്ട് തന്നെ കഴിച്ചാൽ ഈ തടി കുറയും. പിന്നെ ഈ ദുർമേധസ്സിനെ ഇല്ലാണ്ടേക്കാൻ, അതായത് ഈ മേലെ കുരുക്കളൊക്കെ പൊന്തിട്ട് ദുർമേധസ്സുള്ള ആൾക്കാർക്ക് ഈ വേങ്ങയുടെ കാതിൽ പൊടിച്ച പൊടി തേൻ ചേർത്ത് അകത്തി കഴിച്ച് കഴിഞ്ഞാൽ നല്ല ഉപയോഗമാണ്. പിന്നെ ഈ വേങ്ങയുടെ ഇല അരച്ചിട്ട് ലേപനാക്കിയിട്ട് ഈ ചൊറി ചരങ്ങൾക്ക് പറ്റാൻ കൊടുക്കാം. അതുപോലെ തന്നെ ഈ മോണപ്പഴുപ്പുള്ള ആൾക്കാർക്ക് ഈ ഇല ഇട്ടിട്ട് പല്ല് തേച്ച് കഴിഞ്ഞാൽ മോണപ്പഴുപ്പും കുറയും.